നമ്മൾ വെള്ളരിക്ക കൊണ്ടൊരു ഒഴിച്ച് കറിയാണ് കേട്ടോ ചെയ്യാൻ പോണത്. എല്ലാവർക്കും അറിയാം വെള്ളരിക്ക കൊണ്ട് എല്ലാവരും കറി വയ്ക്കുന്നുണ്ട്, മോര് കറിയും പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള കറിയും ഒക്കെ. അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ചൂട് കാലല്ലേ, അപ്പോൾ വെള്ളരിക്കയും കുമ്പളങ്ങയും ഒക്കെ കഴിക്കണത് നല്ലതാണ്. അപ്പോൾ കറി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഒരു വെള്ളരിക്കയാണ് എടുത്തത് കേട്ടോ. ആ വെള്ളരിക്കയുടെ 3/4 ഭാഗം എടുത്തു. ആ ഹാഫും പിന്നെ ഇതിൽ നിന്ന് ഒരു പീസും കൂടെ എടുത്തു. അത്രയ്ക്ക് വെള്ളരിക്കയാണ് നമ്മൾ എടുത്തത്. ഇത്രയും വലിപ്പമുള്ള കഷ്ണങ്ങളാണ് ആക്കിയത് കേട്ടോ. പിന്നെ നമുക്ക് 1/2 കപ്പ് പരിപ്പ് വേണം. കൂടുതൽ പരിപ്പ് വേണ്ട, 1/2 കപ്പ് എടുത്താൽ മതി. ഇത്രയും അളവ് വെള്ളരിക്കയിലേക്ക് അത് നന്നായിട്ട് കഴുകി നമ്മൾ കുക്കറിലിട്ട് കൊടുത്തു. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ, കുക്കറിലാകുമ്പോൾ പ്രത്യേകിച്ചു. അതിലേക്ക് നമ്മൾ വെള്ളരിക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ 2 തക്കാളി, പിന്നെ പച്ചമുളക്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് അനുസരിച്ചിട്ട് എടുക്കുക, നമുക്ക് ആവശ്യത്തിനുള്ള എരിവ്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. പിന്നെ നമുക്ക് ഒരു സവാള കേട്ടോ. ഈ സവാളയുടെ മണം ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെള്ളം ഒഴിക്കുക. കുറേ വെള്ളം ഒഴിക്കണ്ട, കാരണം വെള്ളരിക്കയിൽ നല്ലോണം വെള്ളമുള്ളതല്ലേ. അപ്പോൾ അതിന് നികക്ക് നിൽക്കണം അത്ര വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ മതി. ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അത് കുക്കർ അടുപ്പത്ത് വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിതിന് അരപ്പ് ഉണ്ടാക്കാം. വെറും നാളികേരം മാത്രമേ അരയ്ക്കുന്നുള്ളൂ. 1/2 കപ്പ് നാളികേരം എടുത്തത്, 1 കപ്പ് വരെ എടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ കുറച്ച് നാളികേരം കുറച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ 1/2 കപ്പ് എടുത്തു. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചു. അപ്പോൾ അതേ ഒരു വിസിൽ വന്ന് ഓഫ് ചെയ്ത് പ്രഷറൊക്കെ പോയി തുറന്നപ്പോൾ അതേ ഇങ്ങനെ പാകത്തിന് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ അരപ്പ് ചേർക്കുക. ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി, കുറേ നേരം തിളപ്പിക്കേണ്ട. നമ്മുടെ കറി റെഡിയായി, എത്രയേ ഉള്ളൂ പണി. പക്ഷേ നല്ല കറിയാണ്, നല്ല ഹെൽത്തിയാണ് ഈ വെള്ളരിക്കക്കറി. എപ്പോഴും നമ്മൾ നോൺ വെജ് മാത്രമേ, ഈ ചൂട് കാലത്ത് പ്രത്യേകിച്ച് നോൺ വെജിനേക്കാളും നല്ലത് വെജിറ്റബിൾസാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നോളൂ കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കുക. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചാൽ മാത്രം മതി. നാളികേരം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് തിളപ്പിക്കേണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ തിളപ്പിച്ചാൽ മതി കേട്ടോ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ താളിക്കാനായിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും ഇട്ടിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു. പിന്നെ ആ മറ്റേ ചൂടിലിരുന്നിട്ട് കറിവേപ്പിലയും മുളകും ഒക്കെ മൂത്തോളും. അത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക. നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു പച്ചമോരോ പപ്പടമോ അച്ചാറോ ഒക്കെ മതി. നല്ല പുളിയുള്ള നെല്ലിക്കച്ചാറോ മാങ്ങാച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഇത് കൂട്ടി ചോറുണ്ണുമ്പോൾ. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക കറി ഇഷ്ടപ്പെട്ടോ?
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്കൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.